ലോകമെങ്ങും ഫിഫ ലോകകപ്പിൻ്റെ വൻ ആവേശത്തിലാണ്. എന്നാൽ ദുബായിൽ ഒരു കൂടാരം സ്നേഹത്തിൻ്റെയും ആവേശത്തിൻ്റെയും ആരവമായി മാറുകയാണ്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലാണ് വേറിട്ട കൂടാരം ഒരുക്കിയിരിക്കുന്നത്. 13 കൂറ്റൻ സ്ക്രീനുകളായി 1500 പേർക്ക് ഇവിടെ ഒരേ സമയം മത്സരം കാണാനാകും. ഒപ്പം ആട്ടും പാട്ടുമായി ഇവിടെ വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഈ കാഴ്ചകൾ കാണാം. എമിറേറ്റ്സ് അവർ ഹോം എന്ന ആശയത്തിലാണ് ദുബായിലെ കൂറ്റൻ ടെന്റ് പ്രവർത്തിക്കുന്നത്. ശീതീകരിച്ച ഈ ടെന്റിൽ എങ്ങും ആവേശവും ആരവവും മാത്രമാണുള്ളത്. ഇവിടെ നിശബ്ദതയ്ക്ക് സ്ഥാനമില്ല. ഫുട്ബോളിനെ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ കൂടാരത്തിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. ഇതാണ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലെ വേൾഡ് കപ്പിന്റെ ഫാൻ സോണിന്റെ പ്രത്യേകത. തത്സമയം മത്സരം കണ്ട് ഭക്ഷണം കഴിച്ച് വേണമെങ്കിൽ 2 അടിച്ച് ആരാധകർ ഇവിടെ ആവേശത്തിര കത്തിക്കുന്നു. അർജന്റീന ഓസ്ട്രിയ മത്സരത്തിന് മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കും സാക്ഷ്യം വഹിച്ചു. ഇവിടെയാണ് ആവേശമുള്ളത്. വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 2-3 പേരല്ലേ ഉള്ളൂ. ഇവിടെ വന്നാൽ ആവേശം അണമുട്ടി ഒഴുകുകയാണ്. എങ്ങനെയാണ് കളിയെ? സൂപ്പർ, ഒറ്റവാക്കിൽ പറഞ്ഞ അമേസിംഗ്. ദുബായിൽ ഒരു ക്രൗഡ് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ദുബായിൽ വരുമ്പോഴേക്കും ഒരു ആവേശം എല്ലാ ടീമുകൾക്കും ഉണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ വരുമ്പോഴത്തേക്ക് ബ്രസീൽ, പോർച്ചുഗൽ, അർജന്റീന. ആൻഡ് ഇവിടെ നമ്മൾ അർജന്റീന. നമ്മൾ കസാനിലൊക്കെ പോയി കണ്ടിട്ടുള്ള പോലെ ഈ ഫാൻ സോൺ എന്ന് പറഞ്ഞാൽ ആവേശം അലതല്ലി ഒഴുകുന്ന ഒരു സ്ഥലമാണ്. ഇതിന് ഈ സമയത്തിന്റെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. പകൽ സമയം എങ്ങാനും ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു രസമായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് റിയലി എൻജോയിങ്. റിയലി നല്ലൊരു വൈബാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹൂപ്പുപൂറായിട്ട് അർജന്റീന ഫാൻ. അമേസിംഗ് വരുവാണ്, നല്ല വൈബാണ്. പ്രത്യേകിച്ച് 1986 തൊട്ട് മെക്സിക്കോ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് മലയാളികൾക്ക് തുടങ്ങിയ ഒരു ആവേശമാണ് അർജന്റീന. മെസ്സിയിലെ മരണ കണ്ട ഒരു പ്രഭാവം ഇന്ന് 2ാമത്തെ ഗോളിലൂടെ വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ചോ. ഞാൻ ഇവിടെ കളി തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു എത്ര അടിക്കുന്നു. ഞാൻ പറഞ്ഞു കറക്റ്റ് 3 ഗോൾ അടിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആക്ച്വലി 4 അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. 4 വരേണ്ടതായിരുന്നു. മിനിമം 3 കിട്ടേണ്ടതായിരുന്നു. എനിക്ക് 2 കിട്ടി. അടുത്തതിനകത്ത് 3 അടിച്ചിരിക്കും ഉറപ്പായിട്ടും. അപ്പൊ കപ്പെടുക്കോ? ഉറപ്പ്. എന്താ സംശയിക്കുന്നത്? അർജന്റീന കപ്പ് ഒക്കെ ഇരിക്കും. അർജന്റീന ഇപ്രാവശ്യം മെസ്സി കപ്പടിക്കുന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ഇതാണ് മെസ്സി, ഓൺലി 1 ഗോൾ. മനസ്സിലായില്ലേ? മെസ്സി 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 മെസ്സി. UAEയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ അരീനകളിൽ ഒന്നാണിത്. സ്വദേശികളും വിദേശികളുമായ ഫുട്ബോൾ ആരാധകർ ഇവിടെ ഒത്തുകൂടുന്നു. പൂർണ്ണമായും ശീതീകരിച്ച വേദിയിൽ 10ലധികം വമ്പൻ സ്ക്രീനുകളിലായി മത്സരങ്ങൾ ആസ്വദിക്കാം. ഇന്നവേഴ്സിന്റെ നേതൃത്വത്തിലാണ് UAEയിലെ ഈ ഏറ്റവും ആകർഷകമായ ഈ ഫുട്ബോൾ സോൺ പ്രവർത്തിക്കുന്നത്. It's the only city in the world where you get the most nation, no matter of religion, no matter of nationalities, we're going to come together. But even though we would like to create something which is nice for the family, where we have the whole family for everyone. So we have dedicated kids area where they can play, joy, free of charge the whole day, with 2 major screens where the family can have joy with them, with a full food court. And on the other side, we have dedicated area for 21 plus, where the families, we have over 9 major screens. So in total, we have 11 screens. We open 24/7 and we have a capacity of over 1,500 people. പ്രായദേശ ഭേദമില്ലാതെ ഫുട്ബോൾ പ്രേമികൾ ഇവിടെ ഒരു കൊച്ചു സ്റ്റേഡിയത്തിന്റെ മാതൃക ഒരുക്കുന്നു. ഭക്ഷണവും മദ്യവും വിനോദവുമായി ഈ ലോകകപ്പ് കൂടാരം വേറിട്ട കാഴ്ചയാണ്. And this is what we are trying to do for the families. We are a full entertainer. So we have a full program for the kids and also for the adults. Okay. We have fashion shows, we have comedies, we have jokes, we have magician, entertainment, dancing. And the kids, they have full program. Workshops, magicians, singing, football field, everything is available. ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും അത്യാധുനിക സ്ക്രീനുകളിൽ തത്സമയം കാണാനുള്ള സൗകര്യത്തോടൊപ്പം ഇലീസിയം എന്റർടൈൻമെന്റുമായി സഹകരിച്ച് ലൈവ് സംഗീതം, കോമഡി, മാജിക് പരിപാടികൾ, സംഗീത പരിപാടികൾ, സാംസ്കാരിക മേളകൾ, നൃത്തം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്.
ദുബായ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ടെൻ്റാണ് എമിറേറ്റ്സ് അവർ ഹോം ഒരുക്കിയിരിക്കുന്നത്. 12ഓളം സ്ക്രീനുകളാണ് ഇവിടെയുള്ളത്. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഏരിയ ഉണ്ട്. കുട്ടികളെ കൊണ്ടുവന്ന് ഈ ചൂടത്ത് പോകാൻ സ്ഥലങ്ങളില്ല. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണിത്. VVIP ഏരിയ ഉണ്ട്, ഫുഡ് ആൻഡ് ബിവറേജസ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, നോർമലുണ്ട്. ലോകത്ത് നമുക്ക് ഫുട്ബോളിൻ്റെ ജ്വരം ഇത്രത്തോളം കൂടി നിൽക്കുന്ന ഈ സമയത്ത് കേരളത്തിലുള്ള മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. And same for the adults, for the dining and VIP area, we have really massive entertainment program. We have different mapping show. We have some acrobatic show. Definitely we have a dance program. We have a different musician, mascots roaming, like really many things to entertain young people. കുടുംബങ്ങൾക്കായുള്ള പ്രത്യേക മേഖലയിൽ കുട്ടികൾക്കായി പ്രത്യേക കളികളും വിനോദ മത്സരങ്ങളും നടന്നു വരുന്നു. ദിവസവും രാത്രി 11 മണി വരെ കുട്ടികളുടെ സംരക്ഷണം ഈ സംഘാടകർ ഉറപ്പുവരുത്തുന്നു. ലോകകപ്പ് ഫൈനൽ നടക്കുന്ന ജൂലൈ 19 വരെ ഇനി എല്ലാ ദിവസവും എമിറേറ്റ്സ് അവർ ഹോം എന്ന ഈ ഫാൻ സോൺ 24 മണിക്കൂറും പ്രവർത്തിക്കും.